ബിരിയാണി കഴിക്കാം. പക്ഷേ ബിരിയാണി അല്ല, ഞങ്ങൾ മന്തിയാണ് കൊണ്ടുവന്നിരിക്കുന്നത്. ആദ്യമായിട്ട് ഞങ്ങൾ കഴിക്കുന്നത് ആദ്യമായിട്ടാണ്. അതിൽ ആധുനികതയുടെ ലോകത്തിലേക്ക് ഒരു പോകുന്നില്ലെന്നാണ് ഈ മന്തി എന്നുള്ള സിനിമ ഇല്ലെന്നൊക്കെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഫോണിലല്ലേ ഷൂട്ട് ചെയ്യുന്നത്. പിന്നെ നീ ഒരു പെൺകുട്ടിയോട് ഭയങ്കര ഇഷ്ടത്തില്ല. ഓക്കെ, ഒരു ദിവസം നിങ്ങൾ കല്യാണം കഴിക്കായിരിക്കുക, ഒരു ദിവസം പെട്ടെന്ന് അറിയുന്നത് നിന്റെ സഹോദരിയാ പണ്ടെപ്പോഴോ കളഞ്ഞു. ഹലോ ഹായ് നമസ്കാരം. ഇപ്പോൾ ഞാൻ ആദ്യം കാണിച്ച ആ വീഡിയോയിലുള്ള ആ മസ്താനി ഇന്റർവ്യൂ ചെയ്യുന്ന ആ രണ്ട് സഹോദരങ്ങളെ, പ്ലാവടിയിൽ ബ്രദേഴ്സ് അങ്ങനെ പറയുന്നതായിരിക്കും കുറച്ചുകൂടെ എളുപ്പം. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരുവിധം സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്ന ഒരുവിധം എല്ലാ ആളുകൾക്കും അറിയാവുന്ന രണ്ട് സഹോദരങ്ങളാണ്. സത്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇന്ന് അല്ല ഇവരുടെ വീഡിയോസ് കാണുന്നു, ഇവരെ ഫോളോ ചെയ്തോ ഇന്നല്ലേ. എനിക്ക് തോന്നുന്നു ഒരു 3000-3500 സബ്സ്ക്രൈബർ ഉള്ള സമയത്ത് ഞാൻ ഇവരെ ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം ഇപ്പൊ എല്ലാ ആളുകളും ഇവരെ ഇഷ്ടപ്പെടാനുള്ള സെയിം കാരണം തന്നെയാണ് എനിക്കും. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾ പല ആളുകളും മിസ് ചെയ്യുന്ന നമ്മുടെ ഒരു പഴയ ഒരു കാലമുണ്ട്. ഈ കണ്ട റബ്ബർ തോട്ടത്തിലും വെള്ളത്തിലും അങ്ങനെ നാട്ടിൻപുറത്തെ പല കാര്യങ്ങളും നമ്മൾ പല ആളുകളും മിസ് ചെയ്യാണ്. കാരണം നമ്മളിപ്പോ ആ ഒരു നാട്ടിൻപുറം എല്ലാം നമ്മളിൽ നിന്ന് അകന്നുപോയി. ഇപ്പൊ അങ്ങനെയുള്ള ഒരു കാഴ്ചകൾ നമ്മളോ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള കൊച്ചുകുട്ടികൾക്കോ ഒന്നിനും കാണാൻ പറ്റാത്ത ഒരു കാര്യമാണ്. അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ ഈ പറഞ്ഞ പോലെ നാട്ടിലുള്ള ഇടവഴികളിലൂടെയും റബ്ബർ തോട്ടങ്ങളിലൂടെയും സൈക്കിൾ ചവിട്ടി പഴയ വണ്ടി ഉന്തിക്കൊണ്ട് അല്ലെന്നുണ്ടെങ്കിൽ വെള്ളത്തിൽ കളിച്ചുകൊണ്ട് ഇവർ ചെറിയ ചായ കുടിക്കുന്ന അല്ലെങ്കിൽ ഒരു പക്കാവട തിന്നുന്ന മിച്ചർ തിന്നുന്ന ഇങ്ങനെയുള്ള ചെറിയ ചെറിയ വീഡിയോകൾ ഇട്ടുകൊണ്ട് ഇവര് ആര് പറയുന്ന നെഗറ്റീവുകളെയും കേൾക്കാതെ ഇവർ ഡെയിലി ഇങ്ങനെയുള്ള വീഡിയോസ് ചെയ്തുകൊണ്ട് മുന്നോട്ട് വന്ന ആളുകളാണ്. പക്ഷേ എങ്ങനെയാണെന്നറിയില്ല, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾ കൊണ്ട് അതൊരു 10-12 ദിവസത്തിനകത്ത് ഇവർക്കുണ്ടായ ഒരു റീച്ച് എന്ന് പറയുന്നത് ഭയങ്കര വലുതാണ്. ഇപ്പൊ കഴിഞ്ഞ ദിവസം അവർ തന്നെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്, ഒറ്റ ദിവസം കൊണ്ട് ഏകദേശം 2 ലക്ഷം ഫോളോവേഴ്സ് ആണ് അവരുടെ ചാനലിൽ വന്നത്. ഇന്ന് ഞാൻ നോക്കുമ്പോൾ ഏകദേശം 450K ഫോളോവേഴ്സ് ആണ് അവരുടെ ആ ചാനലിനുള്ളത്. വളരെ നല്ല കാര്യമാണ്, സന്തോഷമുള്ള ഒരു കാര്യമാണ്. കാരണം ഇവരുടെ വീഡിയോ കാണുമ്പോൾ കാണുന്ന എല്ലാ ആളുകളുടെയും മനസ്സിന് എന്താ പറയുക, മനസ്സ് നിറഞ്ഞ് സന്തോഷിക്കാൻ പറ്റുക എന്ന് പറയുന്നില്ലേ, അതുപോലെ അത്രയും നിഷ്കളങ്കമായിട്ടുള്ള വീഡിയോ ചെയ്യുന്ന രണ്ട് പേരാണ്. ഈ പറയുന്ന രീതിയിലുള്ള ന്യൂ ജനറേഷൻ്റെതായിട്ടുള്ള ഒരു തരത്തിലുള്ള പ്രശ്നങ്ങളും അറിയാത്ത ആ നാട്ടിൻ പ്രദേശത്ത് അവരുടേതായിട്ടുള്ള സന്തോഷങ്ങൾ കണ്ടെത്തി അവരുടെ എല്ലാ വിഷമങ്ങളും അവരുടെ ആ ഒരു വീഡിയോയിലൂടെ അങ്ങനെ എന്താ പറയുക മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാവുന്ന രീതിയിൽ ഈ വീഡിയോ കാണുന്ന ഒരാളും ഒരു തരത്തിലും വിഷമിക്കത്തില്ല എന്ന് ഉറപ്പുള്ള രീതിയിലുള്ള വീഡിയോസാണ് അവർ ചെയ്തുകൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പൊ ഈ പറഞ്ഞ പോലെ നല്ല രീതിയിൽ അവർ റീച്ചായത്. പക്ഷേ ഇനി ഞാൻ കാണിക്കാൻ പോകുന്ന ഒരു വീഡിയോ ശരിക്കും ഇവന്റെ പ്രശ്നം എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ആൾ തന്നെയാണ് റിയാക്ഷൻ വീഡിയോസ് ഒക്കെ ചെയ്യുന്ന. ഇപ്പൊ ഞാനടക്കമുള്ള ആളുകൾ റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്ന ആളുകളാണ്. നല്ലതിനെ നല്ലതാണെന്നും അല്ലെങ്കിൽ നമുക്ക് എതിർക്കേണ്ട കാര്യത്തെ എതിർക്കുകയും ചെയ്യണം, അതാണല്ലോ റിയാക്ഷൻ വീഡിയോ എന്ന് പറയുന്നത്. പക്ഷേ അൽത്താഫ്, നിങ്ങൾ ഒരുപാട് ആളുകൾ അൽത്താഫിന്റെ വീഡിയോസ് കണ്ടിട്ടുണ്ടാവും. RJ അൽത്താഫ് എന്നാണെന്ന് തോന്നുന്നു പുള്ളിയുടെ പേജിന്റെ പേര് വന്നിരിക്കുന്നത്. പുള്ളി ഒരുവിധം നല്ലപോലെ റിയാക്ഷൻസ് ഒക്കെ ചെയ്യുന്നുണ്ട്. അതിന്റെ കൂട്ടത്തിൽ തന്നെ നാട്ടുകാരുടെ ഇടയിലേക്ക് ഇറങ്ങിയിട്ട് പബ്ലിക് ഒപ്പീനിയൻ എന്ന് പറഞ്ഞുകൊണ്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നല്ല തല്ലുകൊള്ളി ചോദ്യം ചോദിച്ചുകൊണ്ട് ചില സമയത്ത് ഇറങ്ങി വരാറുണ്ട്. അപ്പൊ ഇതെല്ലാം അൽത്താഫ് ചെയ്യുന്ന പരിപാടിയാണ്. അതിന്റെ ഒപ്പം തന്നെ അൽത്താഫ് ചില സമയത്ത് ഒരു അമ്മയ്ക്ക് കൊണ്ടുപോയി ഒരു ചെറിയ ചാരിറ്റി പരിപാടി, ഇതെല്ലാം അൽത്താഫ് സ്വന്തം പേജിലൂടെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അൽത്താഫ്. എന്തായാലും നമുക്ക് അൽത്താഫ് പറഞ്ഞിരിക്കുന്ന കുറച്ച് കാര്യങ്ങൾ കേട്ടിട്ട് നമുക്ക് എന്താണ് സത്യത്തിൽ അൽത്താഫിന്റെ പ്രശ്നം എന്താണെന്ന് കേട്ടു നോക്കാം. നമുക്ക് ആദ്യം ഈ സുഹൃത്തുക്കൾ ഇന്റർവ്യൂ കുറച്ച് ദിവസമായിട്ട് ഞാൻ കാണുന്നുണ്ട്. ദയവ് ചെയ്തിട്ട് ഈ വീഡിയോ പൂർണ്ണമായിട്ട് കണ്ടതിന് ശേഷം മാത്രം നിങ്ങൾ ഒപ്പീനിയൻ പറയാം. മാത്രമല്ല സമൂഹത്തിൽ എല്ലാവർക്കും ഇഷ്ടമുള്ള കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും കൂടെ നിൽക്കും. പക്ഷെ അങ്ങനെ പറയാൻ എനിക്ക് താല്പര്യമില്ല. എനിക്ക് എന്റെ ഒപ്പീനിയൻ, എന്റെ അഭിപ്രായം ഞാൻ പറയാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ത് രേഖപ്പെടുത്താൻ തന്തി വിളിക്കാൻ തള്ളക്കി വിളിക്കാൻ പൂർണ്ണ അവകാശം. ഞാൻ ആദ്യം തന്നെ അൽത്താഫിന്റെ ഒരു കാര്യം പറയാനുള്ളത്, അൽത്താഫ് ആദ്യം തന്നെ പറഞ്ഞത് നിങ്ങൾ എല്ലാവരും ഈ വീഡിയോ മുഴുവനായിട്ട് കണ്ടതിന് ശേഷം വേണം കമന്റ് പറയാനോ അല്ലെങ്കിൽ റിയാക്ട് ചെയ്യാനോ ആയിട്ട്. എനിക്ക് അതാണ് അൽത്താഫിനോട് പറയാനുള്ളത്. അൽത്താഫ് അവിടെ കൊടുത്തിരിക്കുന്ന ആ ഒരു ഇന്റർവ്യൂ, മസ്താനി ചെയ്തിരിക്കുന്ന ആ ഒരു ഇന്റർവ്യൂ അൽത്താഫ് മുഴുവനായിട്ട് കണ്ടിരുന്നു. ഈ റിയാക്ട് ചെയ്യുന്നതിന് മുമ്പ് ആ വീഡിയോ മുഴുവനായിട്ട് കണ്ടിട്ട് വേണമായിരുന്നു അൽത്താഫ് റിയാക്ട് ചെയ്യാൻ. പിന്നെ പറഞ്ഞ പോലെ അൽത്താഫിൻ്റെതായിട്ടുള്ള അഭിപ്രായങ്ങൾ പറയാം, പക്ഷേ ഈ ഇതുപോലെ വീഡിയോ കണ്ടിട്ട് വേണം അഭിപ്രായം പറയാൻ. പിന്നെ ഇതിനകത്ത് അൽത്താഫ് പറയുന്ന പോലെ ഇപ്പൊ ജനങ്ങൾ എല്ലാവരും പറയുന്ന പോലെ നല്ലത് തന്നെ പറഞ്ഞ് കയ്യടി നേടണമെന്നൊന്നുമില്ല. അൽത്താഫ് ഇപ്പൊ ആ വീഡിയോ മുഴുവനായിട്ട് കണ്ടിട്ട് അൽത്താഫ് അത് തെറ്റായിട്ട് തോന്നിയെങ്കിൽ അൽത്താഫിന് ആ അഭിപ്രായം പറയാം. അതിന് ഒരുത്തന്റെയും ഈ പറയുന്ന കയ്യടി വേണ്ട ആവശ്യമില്ല. സ്വന്തം അഭിപ്രായം പറയാനാണ് യൂട്യൂബ് ചാനൽ തുറന്നു വെച്ചേക്കുന്നത്. ഇപ്പൊ ഞാനാണെങ്കിലും താനായാലും പറയുന്നത് സ്വന്തം അഭിപ്രായങ്ങളാണ്. അതിനെ റിയാക്ട് ചെയ്യണോ വേണ്ടയോ എന്ന് മറ്റുള്ളവർ തീരുമാനിക്കും. പക്ഷേ ഇതില് അൽത്താഫ് ചെയ്ത ഒരു തെറ്റെന്ന് പറയുന്നത് അൽത്താഫ് ആ വീഡിയോ മുഴുവനായി കാണാതെയാണ് സംസാരിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. അതേപോലെ തന്നെ അൽത്താഫ് ഈ വീഡിയോ കണ്ടിട്ട് തന്തയ്ക്കും തള്ളയ്ക്കും പറയുന്നവന്റെ തന്തയുടെ തന്തയ്ക്കും തള്ളയുടെ തള്ളയ്ക്കും കുഴി കിടക്കുന്നതിന് വരെ തിരിച്ചു വിളിക്കണം. അല്ലാതെ ഇതേപോലെ ആര് വേണേലും എന്നെ അങ്ങനെ വിളിച്ചോളൂ എന്ന് പറഞ്ഞുകൊണ്ട് അവർക്കത് വിളിക്കാനുള്ള വഴി വെട്ടി കൊടുക്കരുത്. മനസ്സിലാകുന്നുണ്ടോ? കാരണം എന്നെ ഇപ്പൊ പറഞ്ഞാല് ഞാൻ ചില സമയത്ത് ഞാൻ വിട്ടുകളയും. ഏതെങ്കിലും ഫേക്ക് ID എന്നൊക്കെ വന്നു വെച്ച് എന്നെ തെറി വിളിച്ചോണ്ട് പോയി അവൻ തെറി വിളിച്ചിട്ട് പോട്ടെ, എനിക്ക് റീച്ച് കൂടത്തേ ഉള്ളൂ എന്നുള്ള ഒരു മൈൻഡിലുള്ള ആളാണ് ഞാൻ.
പക്ഷേ എൻ്റെ വീട്ടിലുള്ള ആളുകളെയോ എൻ്റെ ഭാര്യനെയോ കുട്ടികളെയോ അങ്ങനെ ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവന്റെ കുഴി കിടക്കുന്നവൻ വരെ എഴുന്നേറ്റ് തുമ്മുന്ന തെറി ഞാൻ തിരിച്ചു വിളിക്കും. അപ്പൊ അതുകൊണ്ട് അതൊന്ന് നോക്കിക്കോണം. മറ്റുള്ളവർക്ക് അങ്ങനെ ഒരു അവകാശം കൊടുക്കരുത്, അത് ശരിയല്ല. പറഞ്ഞൊരു പ്രധാന കാര്യമുണ്ട്, ഞങ്ങൾ മന്തി ഇതുവരെ കഴിച്ചിട്ടില്ല, ട്രെയിനിൽ ട്രാവൽ ചെയ്തിട്ടില്ല, അതേപോലെ സിനിമ കണ്ടിട്ടില്ല. ഇതിൽ ഒരു വ്യക്തിക്ക് അവന്റെ കുടുംബത്തിന് 3 നേരത്തെ ആഹാരം തികച്ച് കഴിക്കാനുള്ള അരിയോ സാധനങ്ങളോ മേടിക്കാനുള്ള ഗതിയില്ല എന്ന് പറഞ്ഞാൽ അതൊരു ബേസിക് നീഡാണ്. അതേപോലെ തന്നെ നമ്മുടെ ഗവൺമെന്റിൽ നിന്നോ കൃത്യമായി അവർക്ക് കിട്ടേണ്ട പരിഗണനകൾ, അവർക്ക് കിട്ടേണ്ട ആനുകൂല്യങ്ങൾ കിട്ടുന്നില്ല എന്ന് പറഞ്ഞാൽ അതൊരു ബേസിക് നീഡാണ്, കിട്ടേണ്ട കാര്യങ്ങളാണ്. കൃത്യമായി അവർക്ക് വിദ്യാഭ്യാസം ലഭിച്ചില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ബേസിക് നീഡാണ്. ശരി, ഈ ബേസിക് നീഡ്സിനെ കുറിച്ചിട്ട് ഈ ഇന്റർവ്യൂല് എവിടെയെങ്കിലും സംസാരിച്ചിട്ടുണ്ടോ? ഞാൻ ഈ വീഡിയോയിൽ ഫുള്ളായിട്ട് ഞാൻ പറയാൻ പോകുന്നത് അൽത്താഫ് ഈ വീഡിയോ, ഈ പറയുന്ന ഇന്റർവ്യൂ മുഴുവനായിട്ട് കണ്ടിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. ഇതിനകത്ത് ഈ പറയുന്ന അൽത്താഫ് പറയുന്നതായിട്ട് ഒരു ബന്ധവും ഇല്ലാത്ത കാര്യങ്ങളെ കുറിച്ചിട്ടാണ് സംസാരിക്കുന്നത്. എന്നാലും ബാക്കി കൂടെ കേൾക്കാം നമുക്ക്. ഈ മന്തി കഴിച്ചില്ല എന്ന് പറയുന്നതും ട്രെയിനിൽ ട്രാവൽ ചെയ്തില്ല എന്ന് പറയുന്നതും സിനിമ കണ്ടില്ല എന്ന് ഒരു മനുഷ്യന്റെ ബേസിക് നീഡല്ല. ആ മുതിർന്ന ആൾ, അയാൾക്ക് പ്രായപൂർത്തിയാണെന്ന് ഞാൻ കരുതുന്നത്. കൃത്യമായിട്ട് തൊഴിൽ പോയി കഴിഞ്ഞാൽ, ഒരു ദിവസം തൊഴിലുറപ്പിന് പോയി കഴിഞ്ഞാൽ, അതെന്നുണ്ടെങ്കിൽ കൂലിപ്പണിക്ക് പോയി കഴിഞ്ഞാൽ ഈ വന്ന കാലത്ത് ഒരു വരുമാനം കിട്ടും. അത് വീട്ടിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ വീട്ടുകാർക്കും കുടുംബത്തിനും കൃത്യമായിട്ട് കഴിയാൻ പറ്റും. അതുപോലെ ഈ പറയുന്ന സിനിമയ്ക്ക് പോക്കും മന്തി തീറ്റിയും അതേപോലെ തന്നെ ട്രെയിൻ ട്രാവൽ എല്ലാം ഇവിടെ നടക്കുന്ന കാര്യമാണ്. അതിനപ്പുറത്തേക്ക് ഇവർ ഇവിടെ വന്ന് നിന്നുകൊണ്ട് പാടി ദുരിതം പറഞ്ഞ് ബുദ്ധിമുട്ട് പറഞ്ഞ് അതിന് മറ്റുള്ളവരുടെ ഇടയിലേക്ക്, അല്ലെങ്കിൽ മറ്റുള്ളവർ അതിനെ സഹതാപമായിട്ട് മാറ്റിക്കൊണ്ടില്ല. എന്റെ പൊന്ന അൽത്താഫെ, നിനക്കെന്തോ വലിയ പ്രശ്നമുണ്ട്. എനിക്ക് അതാണ് ഇതിനകത്തൂടെ തോന്നുന്നത്. കാരണം നിനക്ക് അവരുടെ ആ ഒരു വളർച്ച കണ്ടപ്പോൾ നിനക്കെന്തോ ഒരു ചെറിയ കുത്തലുണ്ട്, അതിന്റെ ഒരു പ്രശ്നമാണ്. ഞാൻ ആദ്യം പറഞ്ഞു, നീ ആ വീഡിയോ മുഴുവനായിട്ട് കണ്ടിട്ടില്ല. വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ആ വീഡിയോ ഇപ്പോൾ വെച്ച് തരാം. ഈ വീഡിയോ കാണുന്നവർ ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് അടിക്കുകയോ കമന്റ് ഇടുകയോ എന്തെങ്കിലും ചെയ്യണം. കാരണം ഈ ഒരു വീഡിയോ ഈ പറയുന്ന അൽത്താഫ് ഒന്ന് കാണണം, എനിക്കൊരു ആഗ്രഹമുണ്ട്. എൻ്റെ ഇതുവരെ ഞാൻ ഒരു വീഡിയോയിലും പറഞ്ഞിട്ടില്ല വീഡിയോ നിങ്ങൾ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക എന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. ഇതൊന്ന് ലൈക്ക് ചെയ്താൽ മാത്രമേ കുറച്ച് വീഡിയോ റീച്ച് ആവുകയും ഈ പറയുന്ന ഇവനൊന്ന് കാണാൻ പറ്റുമെന്ന് കണ്ടോട്ടെ എന്ന് ഓർത്തിട്ടാണ്. ഈ വീഡിയോ നീ ഒന്ന് കണ്ടു നോക്ക്, എന്നിട്ട് അവരെന്താണ് പറയുന്നതെന്ന് ആദ്യം ഒന്ന് കേൾക്കുക. ഓക്കെ, നമ്മളിപ്പോ ബിരിയാണി വീഡിയോ കണ്ട സ്ഥിതിക്ക് നമുക്ക് കനാലിൽ പോയിട്ട് ബിരിയാണി കഴിക്കാം. പക്ഷേ ബിരിയാണി അല്ല, ഞങ്ങൾ മന്തിയാണ് കൊണ്ടുവന്നിരിക്കുന്നത്. ആദ്യമായിട്ടാണ് ഞങ്ങൾ കഴിക്കുന്നത്. ഞങ്ങൾക്ക് ചെറുതായിട്ടൊരു പേടിയുണ്ട്. ചിലരൊക്കെ പറയാറുണ്ട് കുഴിമന്തി കഴിക്കരുത്. മന്തി ആദ്യമായിട്ടാണ് കഴിക്കുന്നത്. ഞങ്ങൾ ആദ്യമായിട്ടാണ് മന്തി. ഞങ്ങളിത് തിയേറ്ററിൽ പോയിട്ടില്ല. അതെ, തിയേറ്ററിൽ പോയിട്ടില്ല ഇതുവരെ. തിയേറ്ററിൽ പോയിട്ടില്ല, മന്തി കഴിച്ചിട്ടില്ല, വേറെ എന്തൊക്കെ ചെയ്തിട്ടില്ല. ട്രെയിനിൽ കയറിയിട്ടില്ല, പിന്നെ വിമാനത്തിൽ പിന്നെ എല്ലാവരും കയറുന്നില്ലല്ലോ, ട്രെയിനിൽ കയറിയിട്ടില്ല. അങ്ങനെ ട്രിപ്പൊക്കെ പോയിട്ടുണ്ടോ? ട്രിപ്പൊക്കെ എന്ന് പറയുമ്പോൾ എവിടെയെങ്കിലും കല്യാണം അങ്ങനെ എന്തെങ്കിലുമൊക്കെ വരുമ്പോൾ പോകും. തൃശ്ശൂർ ഞങ്ങൾ പോയായിരുന്നു കഴിഞ്ഞ ദിവസം കല്യാണം വന്നപ്പോൾ, കോട്ടയത്ത് പോയായിരുന്നു. അങ്ങനെ അല്ലാതെ ഞങ്ങൾ ടൂറൊന്നും പോയിട്ടില്ല. അല്ലാണ്ട് നമ്മൾ ടൂർ ഫ്രണ്ട്സ് ആയിട്ട് മണാലി അവിടെ ഇവിടെ. ഞാൻ കോളേജിൽ ആദ്യമായിട്ട് +2 വെച്ചാണ് ടൂർ പോയത്. ആദ്യമായിട്ട് എവിടെ പോയി? അത് ഊട്ടിയാന്ന് തോന്നുന്നു. അതിന്റെ തിയേറ്ററിലൊന്നും പോവാത്ത ഇഷ്ടമല്ലാത്തതുകൊണ്ടാണോ? ഇഷ്ടമല്ലാത്തതുകൊണ്ടാണ്, എന്നാൽ തോന്നാറുണ്ട് പോകണമെന്ന്. പക്ഷെ നമ്മൾ മൊബൈലിനകത്ത്, എനിക്ക് എന്നെ സംബന്ധിച്ച് മൊബൈലിനകത്ത് കണ്ടാൽ എനിക്കത് തിയേറ്ററിൽ പോകാൻ ഇഷ്ടമല്ല. ഓക്കെ, ട്രിപ്പ് പോകാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹമുള്ള ഒരു ഊളാണ്ടി മോനെ കണ്ടോ, ഇവർ ഈ വീഡിയോയ്ക്കകത്ത് എവിടെയും തന്നെ ഇവരുടെ ഒരു തരത്തിലുള്ള സങ്കടമോ വിഷമോ ഒന്നും അല്ല പറഞ്ഞിരിക്കുന്നത്. മസ്താനി ഇന്ന് കൊണ്ടുവന്നിരിക്കുന്നത് മന്തിയാണെന്ന് പറഞ്ഞപ്പോൾ ശരി, ആ മന്തി അവർ ഇന്ന് വരെ കഴിച്ചിട്ടില്ല. കാരണം അവര് ഒരു നാട്ടിൻപുറത്തുള്ള ഒരാളാണ്. ഈ മന്തി കഴിക്കാത്ത എത്രയോ ആളുകൾ ഉണ്ടെന്നറിയാവോ നമ്മുടെ ഈ കേരളത്തിൽ തന്നെ. അവരുടെ തൊട്ടടുത്ത് തന്നെ മന്തി ഉണ്ടെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ആഗ്രഹം കൊണ്ട് പറ്റിയിട്ടില്ലായിരിക്കും, കഴിക്കാത്തവരുണ്ട്. നീ ചുമ്മാ ആ മയക്കും പിടിച്ചൊന്നും നടക്കത്തില്ലേ? നീ ഈ വഴിയെ പോകുമ്പോഴത്തേന് ഏതെങ്കിലും ഓട്ടോക്കാരുണ്ട്, അവരുടെ അടുത്തൊക്കെ കയറിയിട്ടൊന്ന് ചോദിക്കണം, ചേട്ടാ എത്ര പേര് ഈ പറയുന്ന ബർഗർ കഴിച്ചിട്ടുണ്ട്, എത്ര പേര് ഈ ഷവർമ കഴിച്ചിട്ടുണ്ട്, എത്ര പേര് മന്തി കഴിച്ചിട്ടുണ്ടെന്ന് ചോദിക്കണം. പല സാധനം പല ആളുകളും കഴിച്ചിട്ടുണ്ടാവില്ല. സ്വന്തം വീട്ടിൽ നിന്ന് കഞ്ഞി കുടിച്ച് മുന്നോട്ട് ജീവിക്കുന്ന ആളുകളായിരിക്കും. അല്ല എല്ലാവരും മന്തി കഴിക്കണമെന്നില്ല. അവര് കഴിച്ചിട്ടില്ല, അത്ര തന്നെ ഉള്ളൂ. അതിന് നീ ഇത്ര വലിയ ബേസിക് നീഡിനെ കുറിച്ചൊക്കെ സംസാരിക്കുന്നത് എന്താണ്? അവർ പട്ടിണിയാണെന്ന് പറഞ്ഞു. അവർ ആ വീട് പൊട്ടിപ്പൊളിഞ്ഞു കിടക്കുന്നതിന്റെ വീടാണ്, ഞങ്ങൾക്ക് സ്വന്തമായ ഒരു വീടില്ല, അങ്ങനെ വല്ലതും പറഞ്ഞു നിന്നോട്? അതോ ആരെങ്കിലും ഇവർക്ക് ഫുഡ് വാങ്ങിച്ചു കൊടുക്കാൻ സഹായിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഇവർ ഏതെങ്കിലും വീഡിയോയിൽ പറഞ്ഞു? പിന്നെ നീ പറയുന്നത് കൂലിപ്പണിക്ക് പോകണമെന്ന്. കൂലിപ്പണിക്ക് പോയില്ലെങ്കിൽ ജീവിക്കാൻ പറ്റത്തില്ലേ? നീ ആർജയാണെന്നാണല്ലോ പറയുന്നത്. നീ എന്തിനാ വീഡിയോ ഇടുന്നത്? സോഷ്യൽ മീഡിയ വഴി കിട്ടിയിട്ടല്ലേ നീ ഈ വീഡിയോ ചെയ്യുന്നത്? അവർക്കും കിട്ടുന്നുണ്ടേ. അവരുടെ ആ ഒരു സംസാരം അവർക്ക് ഇഷ്ടപ്പെട്ടു. ഞാൻ അൽത്താഫിന്റെ ഇതിനു മുമ്പ് പല വീഡിയോയിലും കണ്ടിട്ടുണ്ട്. വെറും പൊട്ടന്മാരാണ്. ഞാൻ ആളെ ഒന്നും എടുത്ത് ഞാൻ പറയുന്നില്ല. കോപ്രായം കാണിക്കുന്ന, വെറും കോപ്രായം എന്ന് വെച്ച് കഴിഞ്ഞാൽ വെറും പൊട്ടത്തരങ്ങൾ സോഷ്യൽ മീഡിയയിൽ കാണിക്കുന്നവരെ വരെ അവരെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് അൽത്താഫ് സംസാരിച്ചിട്ടില്ലേ? അൽത്താഫിന്റെ വീഡിയോകൾ ഉണ്ടാക്കിയിട്ടില്ലേ? ഇവരതുപോലെ ഒരു കോപ്രായവും കാണിക്കുന്നില്ല. ഇവർ അവരുടേതായിട്ടുള്ള സന്തോഷങ്ങൾ മാത്രമാണ് പങ്കുവച്ചിട്ടുള്ളത്. ഇന്ന് വരെ അവരുടെ ഒരു വീഡിയോയിലും അവർ ഈ പറയുന്ന പോലെ വന്നു അയ്യോ ഞങ്ങൾക്ക് എന്തെങ്കിലും ആരെങ്കിലും തന്ന് സഹായിക്കണം എന്ന് പറഞ്ഞാൽ ആരുടെ മുന്നിൽ അവർ കൈനീട്ടിട്ടില്ല, അവർ പിച്ച എടുത്തിട്ടില്ല. മസ്താനി ചോദിച്ച ചോദ്യങ്ങളുടെ മറുപടി മാത്രമാണ് പറഞ്ഞത്. നിങ്ങൾ എന്തൊക്കെ ചെയ്തിട്ടില്ല? ട്രെയിനിൽ പോയിട്ടില്ല, ഞങ്ങൾ ഇതുവരെ സിനിമയ്ക്ക് പോയിട്ടില്ല. ചിലപ്പോൾ അവരുടെ അടുത്തൊരു തിയേറ്റർ പോലും കാണത്തില്ലടേ. ഇപ്പോഴുള്ള പിള്ളേർക്ക് ഒരു തിയേറ്ററിൽ പോകുന്ന പറയുന്ന വലിയ കാര്യമൊന്നുമല്ല. ഇവര് പക്ഷെ ജീവിച്ച് വളരുന്ന സാഹചര്യങ്ങളും രീതിയും വേറെയാണ്. അമ്മ മാത്രമുള്ള ഒരു വീട്ടിൽ ജീവിച്ചു വരുന്ന ഒരു ചെറുക്കനാണ്.
അവനെ കണ്ടു കഴിഞ്ഞാൽ തന്നെ അറിയാം മറ്റുള്ള ആളുകളെ പോലെ അത്രയും എന്താ പറയുന്നത്, അതിന് ഒരു പേര് എന്താ പറയുക, ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് കളിയാക്കലാന്നൊക്കെ നിങ്ങൾക്ക് തോന്നും. അതൊന്നുമല്ല. ആ ചെറുക്കനെ കണ്ടു കഴിഞ്ഞാൽ വളരെ നിഷ്കളങ്കനായ ആ പ്രായത്തിൻ്റെതനുസരിച്ചിട്ടുള്ള പക്വതയൊന്നും ഇല്ലാത്ത ഒരു പാവം പിടിച്ചൊരു പയ്യനാണ്. ഇപ്പൊ നാളെ അവനെ പോയി കല്ലടിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അവൻ ആ കല്ലടിക്കുന്ന പണിക്ക് ചെയ്യാൻ പറ്റത്തില്ല. അവന്റെ ശരീരഭാഷ അങ്ങനെയാണ്. അതുപോലും കണ്ടാൽ മനസ്സിലാക്കാനുള്ള ബോധവും ബുദ്ധിയും ഇല്ലാത്തവനാണ് അൽത്താഫെ നീ. അത് തന്നെയല്ല, ഈ പിള്ളേർ ഈ ഇൻസ്റ്റാഗ്രാമിലൂടെ ഇപ്പോൾ ഒരുപാട് വെഡ്ഡിങ് വിഷസുകള്, ബർത്ത്ഡേ വിഷസുകള്, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ചെറിയൊരു തുക വാങ്ങിച്ചുകൊണ്ട് ഇവർ പണ്ട് തൊട്ടേ ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഈ വൈറലായപ്പോൾ തന്നെയല്ല, ഈ വൈറലായപ്പോൾ അവർ അതിൽ കുറച്ചുകൂടി എമൗണ്ട് കൂടുതൽ വാങ്ങിക്കുന്നുണ്ട്. ബാക്കിയും കൂടെ നമുക്ക് കേൾക്കാം. ഇവൻ എന്താണ് ഈ പറയുന്നത് നിങ്ങൾ തന്നെ കേട്ടു നോക്കുക. ഇവന് എന്തിന്റെ പ്രശ്നമാണെന്ന് മനസ്സിലാവാത്തത്. ഞാൻ പറയട്ടെ, പുറത്തോട്ടിറങ്ങി നിങ്ങൾ നോക്കും, ഒരുപാട് ചേച്ചിമാര് ചേട്ടന്മാര് കൈയും കാലും ഇല്ലാത്ത ലോട്ടറി കച്ചവടം ചെയ്യുന്നവരുണ്ട്. അതേപോലെ തന്നെ പലമാതിരി കൂലിവല ഈ ഒരു വെയിലത്തിടം ചെയ്യുന്നവരുണ്ട്. നിങ്ങൾക്ക് 10 പൈസ കൊടുക്കണമെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഫേമസ് ആക്കണമെന്നുണ്ടെങ്കിൽ അവരുടെ അടുത്തോട്ട് ചെല്ല്, അവർക്ക് മേടിച്ചു കൊടുക്ക്. വികസിതമായിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ രാജ്യത്ത് ഇപ്പോഴും നമ്മൾ ബാക്കിലേക്കാണോ പോകേണ്ടത്? ഞാൻ ചോദിക്കട്ടെ, ഇവിടെ മനുഷ്യൻ ഫ്ലൈറ്റിലും അതിനപ്പുറത്തേക്ക് ബഹിരാകാശത്ത് അവിടെ ബഹിരാകാശ നിലയത്തിൽ വരെ താമസിക്കുന്ന ഈ വന്ന കാലത്ത് നമ്മൾ അങ്ങോട്ടേക്കല്ലേ പിന്നെയും പോകേണ്ടത്? നമ്മൾ ഡെവലപ്പ് ആവുകയല്ലേ ചെയ്യണ്ടേ? നമ്മളിപ്പോഴും ഒതുങ്ങി കനാലിൽ മാത്രം കുത്തിയിരുന്നാൽ മാത്രം മതിയോ? അല്ലെങ്കിൽ ആ കനാലിൽ കുത്തിയിരിക്കുന്നവരെ നമ്മൾ പിന്നെ എൻകറേജ് ചെയ്ത് ബാക്കിയുള്ള നമ്മുടെ യുവ സമൂഹത്തെ ലഹരി ഉപയോഗിക്കുന്നില്ല, ശരിയാണ്. പക്ഷേ യുവ സമൂഹത്തെ പണിയെടുക്കാതെ ഈ പറയുന്ന കനാലിൽ പോയി അവിടെ കിടന്നാൽ മതിയോ ഉള്ളതിനകത്ത്? ഈ പുരോഗമനവാദിനെ ഞാൻ എന്താണ് പറയേണ്ടത് നിങ്ങളൊന്ന് കേട്ടു നോക്കിയേ. ഇവൻ ഈ പറയുന്നത് പോലെ ഇവർ ഈ വീഡിയോയിൽ ഇവർ കനാലിൽ ഇരുന്നുകൊണ്ട് ചായ കുടിക്കുന്നു, ഇവർ വൈകുന്നേരം 4 മണിക്ക് ഒരു കട്ടൻ എടുത്തു വെച്ചിട്ട് കൂടുതൽ ഒരു പക്കാവട തിന്നുന്നു, നല്ല രുചിയുള്ള പക്കാവടയാണെന്ന് പറയുന്നു. ഇത് അവരുടെ സന്തോഷമാണ് ഷെയർ ചെയ്യുന്നത്. ഇത് കണ്ടുകൊണ്ട് നാളെ ഒരാൾ ഇത് ചെയ്യാൻ ആരും പറയുന്നില്ല, അവരേ പറയുന്നില്ല. അല്ല, ഇത് കണ്ടുകൊണ്ട് തന്നെ നാളെ ഒരുത്തൻ കനാലിൽ കയറി ഇരുന്നിട്ട് വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ എത്ര പേര് തിരിഞ്ഞു നോക്കുന്ന പറയുന്നത്. ഇവന് ഈ പറയുന്ന പോലെ കൈ വയ്യാത്തവര് ജോലി ചെയ്യുന്നു, കാല് വയ്യാത്തവർ, ഇവരാരോടും അതിന് പിച്ചെടുക്കാൻ വരുന്നില്ലടേ. ഇവരാരോടും പൈസ വേണമെന്നോ ജോലി വേണമെന്നോ ഒന്നും പറയുന്നില്ല. അവരുടേതായിട്ടുള്ള ജീവിതങ്ങൾ അവർ കണ്ടെത്തുന്നുണ്ട്. അല്ലാതെ ഇവരെ കൊണ്ടൊന്ന് വൈറലാക്ക, ഇവിടെ ഒരാളും ആരും വൈറലാക്കിയതല്ല. വൈറലായവരെ തപ്പിപ്പോയിട്ടേ ഉള്ളൂ. ഇവിടെ ലോട്ടറി വയ്ക്കുക. ഈ കഴിഞ്ഞ ദിവസം തന്നെ ഒരു പയ്യൻ ലോട്ടറി വയ്ക്കുന്ന ഒരു പയ്യനെ പമ്പിൽ നിന്ന് ബോച്ച് 5 ലക്ഷം രൂപ കൊടുത്ത ആ കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടതല്ലേ? എങ്ങനെയാണ് ആ ചെറുക്കന്റെ അവസ്ഥ? ഇതുപോലെ വൈറലായതിനു ശേഷമാണ് അവന്റെ അടുത്തേക്ക് ആളെത്തിയത്. നീ മൈക്കും തൂക്കി നടക്കുന്നില്ലേ? ആ മൈക്കും തൂക്കി നടക്കുമ്പോൾ നീ അങ്ങനെ കൊള്ള കുറച്ച് പേരെ വൈറലാക്ക്. കിട്ടും, അവർക്കും കിട്ടും. ഇതുപോലെയുള്ള റീച്ചും കാര്യങ്ങളും അവരുടെ സഹായവും കാര്യങ്ങളൊക്കെ അവർക്ക് കിട്ടും. നിനക്കെന്തോ സത്യം പറഞ്ഞാൽ വലിയ എന്തോ പ്രശ്നമുണ്ട്. ഇനി ഇവൻ ചോദിക്കുന്നുണ്ടല്ലോ, ഇവർ ഈ കാണിക്കുന്നതിനെ എൻകറേജ് ചെയ്യണോ? മറ്റുള്ള ആളുകൾക്ക് ഇവർ കൊടുക്കുന്ന ആശയം എന്താണ്? ഇതിൽ നിന്നിട്ട് മറ്റുള്ളവർ എന്താണ് പഠിക്കേണ്ടതെന്നൊക്കെ നിങ്ങൾ ചോദിക്കുന്നില്ലേ? നിന്റെ ഒരു വീഡിയോ ഞാൻ കാണിച്ചു തരട്ടെ. നീ ഇതിൽ നിന്നിട്ട് എന്താണ് നല്ലൊരു മെസ്സേജ് മറ്റുള്ളവരിലേക്ക് പാസ് ചെയ്യാൻ ഉദ്ദേശിച്ചതെന്ന് ഇതിന്റെ താഴെ നിന്ന് നിനക്ക് കമന്റ് ചെയ്യാവോ? ഒന്ന് കണ്ടു നോക്കിക്കേ. ഇഷ്ടമാണ്. പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ അറിയുന്നു അത് നിങ്ങളുടെ സഹോദരിയാ, അത് നിങ്ങളുടെ സഹോദരനാ. കല്യാണം കഴിക്കുമോ? ഇല്ല. കഴിക്കത്തില്ല? ഇല്ല. കല്യാണം കഴിക്കുമോ? 5 വർഷം സ്നേഹിച്ചതാ. അതെ, അത് സഹോദരിയാന്ന് അറിഞ്ഞല്ലോ. കേട്ടത്തില്ല? ഇല്ല. കേട്ടത്തില്ല? ഇല്ല. നീ ഞാൻ ആ പെൺകുട്ടി ശാരീരികമായിട്ടൊക്കെ ബന്ധമായിട്ടുണ്ട്, കല്യാണം കഴിക്കുമോ? ശാരീരികമായി ബന്ധപ്പെട്ടിട്ടുണ്ടെങ്കിൽ പിന്നെ അനിയത്തിയാന്ന് പറയുന്നതിൽ അർത്ഥമില്ലല്ലോ. അത് അനിയത്തിയാ. നമ്മളതിന് അതറിയാതെ ശാരീരികമായി അവരോട് ബന്ധപ്പെട്ടില്ലേ, അപ്പൊ അവർക്കുണ്ടാവുന്ന കുറച്ച് ഇമോഷണൽ പ്രോബ്ലംസ് ഉണ്ടാവില്ലേ, നമ്മൾ പെട്ടെന്ന് അവരെ ഒഴിവാക്കി കഴിയും. ഇവൻ ഇതേ ചോദ്യം ഈ ഒരാളോടൊന്നും അല്ല, ഒരുപാട് പേരോട് ഇതേ സെയിം ചോദ്യം ചോദിച്ചിട്ട് ഇവന്റെ ഇൻസ്റ്റാഗ്രാമിൽ തന്നെ ഇവൻ പോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതേ സെയിം ചോദ്യം പല ആളുകളോട്, പെണ്ണുങ്ങളോടും ആണുങ്ങളോടും ചോദിച്ചുകൊണ്ട്. ഇതിൽ നിന്ന് നീ എന്താണ് ഉദ്ദേശിക്കുന്നത്? എന്താണ് ഇതിനൊരു മറുപടി നിനക്കുണ്ടോ? ഇനി അവന്റെ ബാക്കിയുള്ള കൊണേടിയും കൂടെ കേൾക്കാം നമുക്ക്. ലോകത്തിലേക്ക് ഒരു പോകുന്നില്ലെന്നാണ് ഈ മന്ത്രി സിനിമ ഇല്ലെന്നൊക്കെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഫോണിലല്ലേ ഇവർ ഷൂട്ട് ചെയ്യുന്നത്? അപ്പൊ ഫോണിലല്ലേ നെറ്റ് ചാർജ് ചെയ്യുന്നത്? ഇതൊക്കെ ആധുനികതയല്ലേ? അപ്പൊ ഇതിന്റെ കയ്യിൽ ഒരു സ്മാർട്ട് വാച്ച് കിടക്കും. സ്മാർട്ട് വാച്ച് ആണോ അതല്ലെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു വാച്ചാണ്, അത് ആധുനികതയല്ലേ? ഇക്കണക്കിന് അവരിട്ടേക്കുന്ന മറ്റേത് കോണാനാണോ അതോ സൂപ്പർമാന്റെ ആണോ നീ തപ്പുവല്ലോടാബി? അവർ ഇതിനകത്ത് ഇതുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങളെ കുറിച്ച് സംസാരിക്കുന്നുണ്ടോ? അവര് മറ്റേ അങ്ങ് ഭൂതകാലത്ത് ജീവിക്കുന്ന ആളുകളാണ്, അല്ലാതെ ഇപ്പൊ ആധുനിക കാലത്തേക്ക് അവർ എത്തിയിട്ടില്ല എന്നോ എന്തെങ്കിലും അവർ പറയുന്നുണ്ടോ? അവര് മന്തി കഴിച്ചിട്ടില്ല എന്ന് പറയുന്നതിന് നീ എന്തിനാണ് ഇത്രയധികം വലിയ പ്രശ്നമാക്കി മാറ്റുന്നത്? എനിക്ക് മനസ്സിലാവുന്നില്ല. ആ കുട്ടികള് ആ വീഡിയോ ചെയ്ത് മറ്റുള്ളവരിലേക്ക് നല്ല സന്തോഷം പകരുന്ന വീഡിയോസ് ചെയ്ത് എന്താ പറയുന്നത്, എല്ലാവർക്കും അത് കാണുന്ന എല്ലാവർക്കും സന്തോഷം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അല്ല എന്നുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്ത് അവരുടെ ആ വീഡിയോ കണ്ടതിലൂടെ എനിക്കിത് കണ്ടിട്ട് വലിയ കാര്യമൊന്നും തോന്നിയില്ല എന്നുള്ള എത്ര പേരുണ്ട്? ഒന്ന് കമന്റിൽ എന്ന് പറഞ്ഞു തന്നെ. അല്ലാതെ അവർ ഫോൺ ഉപയോഗിക്കത്തില്ല എന്നോ, നാളെ അവർക്ക് കമ്പ്യൂട്ടർ ഉപയോഗിക്കാൻ പറ്റത്തില്ല എന്നോ, അവർക്ക് നാളെ കാശ് കിട്ടിയാൽ അവരും ഇതെല്ലാം ചെയ്യൂടെ. അവർക്ക് നല്ല രീതിയിൽ ഒരു വണ്ടി എടുത്ത് വീടൊക്കെ വെച്ച് നല്ല രീതിയിൽ ചിലപ്പോൾ ഐഫോണിന്റെ ഏറ്റവും കൂടിയ മോഡലൊക്കെ വെച്ചിട്ട് അവർ വീഡിയോ ചെയ്യും. അന്നും പക്ഷേ അവരുടെ മനസ്സിലെ ഈ ഒരു നിഷ്കളങ്കത അവിടെ തന്നെ ഉണ്ടാവും എന്നാണ് എൻ്റെ വിശ്വാസം. അല്ലാതെ കയ്യിൽ കാശ് വന്നപ്പോഴോ അല്ലെങ്കിൽ മന്തി കഴിച്ചപ്പോഴോ അല്ലെങ്കിൽ കുറെ ഇന്റർവ്യൂ വന്നപ്പോഴോ
ഈ പറയുന്ന നിഷ്കളങ്കത പോയി കഴിഞ്ഞാൽ അന്ന് ഈ മലയാളികൾ തന്നെ തിരിഞ്ഞു കൊത്തുവേ. നീ അത് ആദ്യം മനസ്സിലാക്കുക. അല്ലാതെ ഇവരുടെ വേറൊന്നും കണ്ടിട്ടല്ല, ഇവരുടെ ഈ നിഷ്കളങ്കമായുള്ള സംസാരവും പെരുമാറ്റവും കണ്ടതുകൊണ്ടാണ്. അല്ല ഇത് കണ്ടുകൊണ്ട് നാളെ എല്ലാവരും പോയി നിക്കറ് വിട്ട് അല്ലെങ്കിൽ ഷർട്ട് ഇടാതെ ഞങ്ങൾ കടയിൽ പോകുന്നു, ഞങ്ങൾ ചായ കുടിക്കാൻ പോകുന്നു, ഞങ്ങൾ പക്കാവട തിന്നുന്നു, ഞങ്ങൾ കായലിൽ കിടക്കുന്നു, മറ്റേ കനാലിൽ നിന്ന് വെള്ളം വരുന്നത് കണ്ടു, ഇതൊക്കെ പറഞ്ഞുകൊണ്ട് മറ്റൊരുത്തം വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു മനുഷ്യനും തിരിഞ്ഞു നോക്കത്തില്ല. അപ്പൊ ആ ആധുനികതയൊക്കെ ഉണ്ട്. അതിനപ്പുറത്തേക്ക് മന്തിയിൽ വരുമ്പോഴത്തേക്കും, സിനിമയിൽ വരുമ്പോഴത്തേക്കും, ട്രെയിൻ യാത്രയിലേക്ക് വരുമ്പോൾ അവിടെ ആധുനികത ഇല്ല. ഇത് പക്ക മാർക്കറ്റിംഗ് ആ പിള്ളേർ ചെയ്യുന്നുണ്ട്. ദയവ് ചെയ്തിട്ട് നമ്മുടെ ഒരു സമൂഹത്തെ ഇവരുടെ ഈ മാർക്കറ്റിംഗ് ടെക്നിക്കിലേക്ക് ദയവ് ചെയ്ത് കൊണ്ടുവരും. അവർ നല്ല രീതിയിൽ മാർക്കറ്റ് ചെയ്തിട്ട് അവരവിടെ കിടന്നിട്ട് ഡെവലപ്പ് ആയി വരട്ടെ. കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഈ പറയുന്ന പോയിന്റ് എഴുതി കുത്തി വെച്ചാൽ നിങ്ങളിപ്പോൾ അവരെ പൊക്കുന്നുണ്ടല്ലോ, പുകഴ്ത്തുന്നുണ്ടല്ലോ. അവർ സാധുക്കളാണ്, പാവങ്ങളാന്ന് പറഞ്ഞാൽ അവർ പൊക്കുന്ന ഒരു നാളെ അവർ വീട് വെക്കും, നല്ല വീട് വെക്കും, നല്ല വാഹനങ്ങൾ മേടിക്കും. ഈ പറഞ്ഞവരെല്ലാം തന്നെ അവർ അഹങ്കാരികളെന്നും അവൻ വന്ന വഴി മറന്നവരെന്നും പറഞ്ഞ് നിങ്ങൾ എല്ലാവരും അവരെ ചവിട്ടി തേക്കുന്ന ഒരു ദിവസം ഒരു എടേ പോണേ. നീ ഇപ്പൊ ഇതൊന്നും ഇല്ലാഞ്ഞിട്ട് പോലും നീ ഇപ്പൊ ഇതെല്ലാം പറയുന്നില്ലേ? ഞാനിപ്പോ ആ പറഞ്ഞ കാര്യം മാത്രമേ ഉള്ളൂ. നാളെ ഇവർക്ക് ഒരു രീതി വന്നു, ഇവരിതിനകത്ത് മാർക്കറ്റിംഗ് ചെയ്യുന്നു പറയും. എങ്ങനെയാണ് മാർക്കറ്റിംഗ് ചെയ്തത്? അവരതിനകത്ത് ആ വീഡിയോ ചെയ്യുന്നതല്ലാതെ അതിനകത്തോടെ അവർ ഇന്നും ഇന്നലെ വല്ലടെ റീച്ച് ആയത്. അവരുടെ ആ ചാനൽ എടുത്തിട്ട് പതിയെ താഴോട്ട് നോക്കുക, അവരുടെ ആ പേജിനകത്ത് എന്തുമാത്രം നാളുകളായിട്ട് അവർ ഈ വീഡിയോ, ഇത് സെയിം കണ്ടന്റ് തന്നെയാണ്. അവർ വേറെ ഒന്നും തന്നെ ചെയ്യുന്നത്. കാരണം അവരുടെ ചുറ്റുവട്ടത്ത് ചെയ്യാനുള്ള കാര്യങ്ങളാണ് അവർ ചെയ്യുന്നത്. നീ ഈ പറഞ്ഞ പോലെ നിന്റെ ആ ഒരു ന്യൂ ജനറേഷൻ ചിന്താഗതിക്കൊന്നും അവരുടെ ആ ഒരു പരിസരത്ത്, അവരുടെ ആ ഒരു ജീവിത രീതിയിൽ സ്ഥാനമില്ല എന്ന് മനസ്സിലാക്കുക. അല്ലാതെ അവർ ഉപയോഗിക്കാത്തത് കൊണ്ടല്ല, അവരുടെ ആ ഒരു പരിസരം അങ്ങനെയാണ്, അവരുടെ ജീവിത ശൈലി അങ്ങനെയാണ്. അതുകൊണ്ടാണ് അവർ അങ്ങനെ ചെയ്യുന്നത്. അല്ലാതെ അവർ ഈ പറയുന്നതിന് പോലെ, നീ ഈ പറയുന്നതിനകത്ത് ആധുനികതയെ കുറിച്ചിട്ടോ അല്ലെങ്കിൽ അവരുടെ ഇരക്കലോ ഒന്നും ഇതിനകത്ത് ഒന്നും സംഭവിച്ചിട്ടില്ല. നിന്റെ ദുഷിച്ച മനസ്സിനകത്ത് തോന്നിയ കാര്യം മാത്രമാണത്. അവരിതിനകത്ത് ഞങ്ങൾ ഇതൊന്നും കഴിച്ചിട്ടില്ല, ഞങ്ങൾക്ക് പൈസ ഇല്ലാത്തവരാണെന്നോ ആരെങ്കിലും വാങ്ങിച്ചു തരാമെന്നോ ഒന്നും തന്നെ ഇതിനകത്ത് സംസാരിച്ചിട്ടില്ല. ഈ വീഡിയോ കണ്ട ആരോ ഒരാൾ ഒരു വട്ടം ബിരിയാണിക്ക് പൈസ അയച്ചു കൊടുത്തിട്ട് ആ ബിരിയാണി കഴിച്ചൊരു വീഡിയോ ചെയ്യാമോ എന്ന് ചോദിച്ചതിന് അവർ വീഡിയോ ചെയ്തിട്ട് അവരതും പറഞ്ഞിട്ടുണ്ട്, ഇതൊരാൾ പൈസ എനിക്ക് അയച്ചു തന്നതാണ്. അല്ല, ഇനി പൈസ ആളുകൾ അയച്ചു കൊടുക്കുന്നുണ്ട്, അവരിതൊരു മാർക്കറ്റിംഗ് തന്നെയാണ്. എന്താണ് പ്രശ്നം? എന്താണ്? സോഷ്യൽ മീഡിയ ഏതൊക്കെ രീതിയിൽ ആളുകൾ ഉപയോഗിക്കുന്നു. തുണിയില്ലാതെ കിടന്ന് ചാടുന്ന പെണ്ണുങ്ങൾ നിന്ന് പൈസ ഉണ്ടാക്കുന്നില്ലേ? നീ ഇപ്പൊ ഇതുപോലെയുള്ള നിന്റെ ഇൻസ്റ്റാഗ്രാമിൽ ഈ ചോദിച്ച ചോദ്യങ്ങളെ കട്ട് ചെയ്തിട്ട് ഇങ്ങനെയുള്ള നീ ആ ഓരോ വീഡിയോയ്ക്കും കൊടുക്കുന്ന ഹെഡിങ്ങുകൾ നീ ഒന്ന് വായിച്ചു നോക്കിക്കേ. നീ എന്തിനാ ഇതെല്ലാം ചെയ്യുന്നത്? നിനക്ക് റീച്ച് കിട്ടാൻ വേണ്ടിയിട്ട് തന്നെയല്ലേ? അപ്പൊ പിന്നെ അവർ ആ മാർക്കറ്റിംഗ് ആണെന്ന് പറയുമ്പോഴത്തേന് നിനക്ക് എന്താണ് ഇത്ര വലിയ പൊള്ളലും ചൊറിച്ചിലും? അപ്പൊ പ്രിയപ്പെട്ട അൽത്താഫിനോട് വീണ്ടും പറയാനുള്ളൊരു കാര്യമേ ഉള്ളൂ. ഒരു കാര്യത്തെക്കുറിച്ച് സംസാരിക്കുന്നതിന് മുമ്പ് അറ്റ്ലീസ്റ്റ് ആ സംസാരിക്കുന്ന കണ്ടന്റ്, ആ ഒരു വീഡിയോ എങ്കിലും മുഴുവനായിട്ട് കണ്ടിട്ട് ഇതുപോലെ കിടന്ന് കുറയ്ക്കാനായിട്ട് ശ്രമിക്കണം. അല്ലാതെ ഏതിൻ്റെ ഒരു കാര്യം പറഞ്ഞാലും നീ പറഞ്ഞ പോലെ മറ്റുള്ളവർ പറയുന്ന പോലെ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ എല്ലാം ശരിയെന്ന് പറയുന്ന പോലെ ഞാൻ ശരിയെന്ന് പറയും, അതിൻ്റെ ഒന്നും ആവശ്യമില്ല. പക്ഷെ പറയുന്ന കാര്യം ശരിയാണോ തെറ്റാണോ എന്ന് കൃത്യമായിട്ടൊന്ന് ആ വീഡിയോ കാണുകയോ അല്ലെങ്കിൽ നമ്മൾ സംസാരിക്കുന്ന കാര്യം എന്താണോ അതിനെക്കുറിച്ച് മനസ്സിലാക്കിയിട്ട് സംസാരിക്കാനായിട്ട് ശ്രമിക്കുക. എന്നാൽ ശരി എന്നാ.